ഷീലു ഷീലു എന്തിനാ മനുഷ്യ അങ്ങനെ തൊള്ള കയറി വിളിക്കുന്നേ? ആദ്യത്തെ 4 വട്ടം വിളിച്ചത് നീ കേട്ടോ? ഇല്ല. അപ്പൊ മനസ്സിലായില്ലേ എന്തിനാ തൊള്ള കയറി വിളിക്കുന്നതെന്ന്? ഒരു ഗ്ലാസ് ചായ വെച്ചാ. നിങ്ങൾക്കിത് എന്തോന്ന്? ചായ അല്ലേ മുന്നിലിരിക്കുന്നേ? ഇതെപ്പോ കൊണ്ടുവച്ച്? എപ്പോ കൊണ്ടുപോയി വെച്ചെന്നാ? ചായ വേണം പറഞ്ഞ് തൊയിലും തരാതെ ആദ്യത്തെ ഒരു വട്ടം കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് അത് കുടിക്കാതെ ചൂടാറിയെന്ന് പറഞ്ഞ് രണ്ടാമത്തെ വട്ടം ചൂടാക്കി കൊണ്ടുവച്ചതാണ് ഇത്. ചേടാ അത് ഞാൻ മറന്നുപോയി. ഇത് ചൂടാറിയില്ലോ, ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നേ. ഇങ്ങനെയൊക്കെ ചൂടില്ലാത്ത ചായ കുടിച്ചാലെന്താ? തൊണ്ടയിൽ തുള വീഴും. ചായ കുടിക്കുകയാണെങ്കിൽ ചൂടായി തന്നെ കുടിക്കണം, അത് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾനെസ്. ചൂടാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് കുടിച്ചോട്ടെ. ആ അവിടെ വെച്ചേക്ക്. ചൂടാറും മുന്നേ എടുത്ത് കുടിച്ചേക്ക്. ഷീലു ഈ ചായ എത്ര പെട്ടെന്ന് ചൂടാറിയ? ഒന്ന് ചൂടാക്കി തന്നെ. പെട്ടെന്ന് ചൂടാക്കിയതാ. എന്റെ അമ്മ, നിങ്ങളിത് എത്ര വട്ടാ ചൂടാക്കുന്നേ? നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ? അതിനാര് ചൂടാക്കണേ? ആദ്യത്തെ ഒരു വട്ടം മാത്രം ചായ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ ചൂടാക്കാൻ പറയുമ്പോഴൊക്കെ ചൂടാക്കി എന്നുള്ള പറച്ചില് മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെ എടുക്കുന്നോ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. അമ്പടി വീരാ, ഇതൊരു ചായ ലൂപ്പാണ് മോളെ. ലോകത്തുള്ള എല്ലാ ചായ കുടിയൻ അച്ഛന്മാരും പെട്ടിരിക്കുന്ന ഒരു ചായ ലൂപ്പ്. ചൂടാറും മുന്നേ ചായ കുടിക്കാൻ പറ്റാതെ അവർ പെട്ടിരിക്കുക. അങ്ങനെയുള്ളവരുടെ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം പൊടിക്കൈകളെ നിവർത്തിയുള്ളൂ. നമ്മുടെ സമയവും ലാഭം, ഗ്യാസും ലാഭം. നോട്ടഡ്, ഉപകാരപ്പെടും. നീ ഇത് ചൂടാക്കി എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വെക്കി. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചൂടാറി ഒന്നുകൂടെ ചൂടാക്കി തരാമോ എന്ന് ചോദിച്ച് പിന്നെയും കൊണ്ടുതരും.